ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ ലൈഫ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ കിയാരയ്ക്കും ഹസ്ബൻഡിനും നല്ല ഉറക്കമാണ്. ഹസ്ബൻഡിന് അപ്പോൾ ഇന്ന് കുറച്ച് വേഗം പോകാനുള്ളതുകൊണ്ട് ഇവളെ ഞാനിപ്പോൾ എഴുന്നേൽപ്പിച്ചിട്ട് താഴെ കൊണ്ടുപോകും. Kiara. 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 ഓളെ വിളിക്കുന്നത് കിയറ. ഇതാ മേമ. മേമ കൊടുത്തു കിയറ. കിയറിന്റെ മേമ കൊടുത്തു. അത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അട ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അട കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ കിയാരക്കുള്ള ഫുഡ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആളിങ്ങനെ ഇരുന്നിട്ട് കഴിക്കാനൊന്നും കഴിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ പനി വന്നതിന് ശേഷം ആൾ തീരെ കഴിക്കുന്നില്ല, വാ തുറക്കുന്നു പോലും ഇല്ല. അപ്പോൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ കുളിച്ചിട്ടൊക്കെ ഇതാ ആൾ കിടത്തി ഉറക്കിയതാണ്. കണ്ണിലേക്ക് ഇങ്ങനെ കൺമശിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയില്ല. കിയാര ഉറങ്ങിയ സമയത്ത് ഞാൻ അവളുടെ തുണി അലക്കാൻ പോകുന്നുള്ളതാണ്. അലക്കിയിട്ട് വന്നതിന് ശേഷം അമ്മയ്ക്ക് ഇതാ മെഹന്തി ഇട്ട് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അമ്മയ്ക്ക് മെഹന്തി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈൻ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഓണത്തിൻ്റെ. അമ്മയ്ക്ക് ഇങ്ങനെ ക്യാപ്പ് വരച്ചിട്ട് ഫില്ല് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തതാണ്. അമ്മയ്ക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അമ്മൂന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇവള് എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കണമെന്ന്. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോയതായിരുന്നു. അപ്പോഴേക്കും ഇവൾ എഴുന്നേറ്റു കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ താഴെ വന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആയതാണ്. അപ്പോൾ നമുക്കിന്ന് അടൂർ പോകാനുണ്ട്. എനിക്ക് ഡ്യൂട്ടിയാണ് മെഡിക്കലിൽ. പിന്നെ നമുക്കിന്നൊരു ഷൂട്ടും ഓണത്തിൻ്റെ ഷൂട്ടും ഉണ്ട്. ജസ്റ്റ് ഫോട്ടോ, ഞങ്ങൾ 3 പേരുമായിട്ടുള്ള ഫോട്ടോ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് റെഡി ആയതാണ്. ഡ്രസ്സ് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യും. സമയം 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയും പയറുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേഗം അടൂരും എത്തണം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചതാണ്. ഇവക്ക് ഞാൻ എന്ത് രസമായിട്ടാണെന്നറിയോ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ കുളമാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ആക്കുന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മോളിലുള്ള ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബസ് ഉള്ളത്, മുള്ളേരിയയിലേക്കുള്ള ബസ്. അപ്പോൾ ഇവിടം വരെ നമ്മൾ സ്കൂട്ടിയിലായിരുന്നു വന്നത്. സ്കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ വന്നു അതിന് ശേഷം. അപ്പോൾ നമ്മൾ മഴയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയത് ഭാഗ്യം. വീട്ടിൽ നിന്ന് ഇവളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്തോ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ഇവളാണെങ്കിൽ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ നല്ല മഴ പെയ്തു. പിന്നെ നമ്മൾ ബസ് കയറി. അപ്പോൾ ഇവളച്ഛൻ്റെ കയ്യിലാണ് ഉള്ളത്. അവിടുന്ന് ഇങ്ങനെ എല്ലാം നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയം. എൻ്റെ കയ്യിലോട്ട് വരാൻ വേണ്ടിയിട്ട് കരഞ്ഞതാണ്. അപ്പം ഞാനാണെങ്കിൽ ഇവക്ക് എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ ഉണ്ടായതായിരുന്നു. പശുവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ നേരെ മുള്ളേരിയ ഇറങ്ങിയതിന് ശേഷം അവിടെ ബസ് ഉണ്ടായിരുന്നു, അത് കയറി. അപ്പോൾ ഇതിലാണെങ്കിൽ ഫുൾ ആളായിരുന്നു, സീറ്റൊന്നുമില്ല. കിയാരയ്ക്ക് നല്ല ഉറക്കമാണ്, അച്ഛൻ്റെ കയ്യിലാണ് ഉള്ളത്. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്നുള്ളതാണ് മെഡിക്കലിലോട്ട്. ഇവിടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനായിരുന്നു അവിടെ ബില്ലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കിയാരാണെങ്കിൽ ആർക്കൊക്കെയോ ടാറ്റോ ഒക്കെ ആക്കുന്നുണ്ടായിരുന്നു. അവർ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ നേരെ പോയി. ഇവള് പാവം ഇവിടെ ഇതാ കണ്ണൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ക്യാമറ നോക്കുന്നില്ല. ക്യാമറ കാണുമ്പോൾ മുഖം തിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ അവിടെ നിന്ന് മുടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായതായിരുന്നു. പിന്നെ കണ്ണനോട് മെഹന്തി ബോറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായതായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സ്പീഡിൽ പോകുന്നുള്ളതാണ്. കാരണം ഷോപ്പിൽ ആളില്ല, തിരക്കുമാണ്, നമുക്ക് ഫോട്ടോ എടുക്കണം, മഴയുമാണ്. അതുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്പോട്ട് എത്തി. അപ്പോൾ നമ്മുടെ ക്യാമറാമാന് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത്. അപ്പം നല്ല രസമുണ്ട് ഇവിടുത്തെ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല മഴയും പിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും മഴ എന്ന് പറയുന്ന പോലെ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കും നല്ല മഴ വന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ ബാക്കിയായി. അപ്പോൾ ഇവരൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് മാറി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നല്ല മഴ കാരണം കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാനിത് ഇവളെ ഫീഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവൾ ഇടയ്ക്ക് ഇങ്ങനെ കരയും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു ഓണസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും വരാൻ പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് പായസം മാത്രം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇവരെനിക്ക് ഇല ഇട്ട് തന്നു, ചോറും വിളമ്പി. പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നല്ല അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. ശ്രുതേച്ചിൻ്റെ വീട്ടിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ കിയാരയ്ക്ക് പായസം കൊടുക്കുന്നുണ്ടായതായിരുന്നു ഞാൻ ചോറ് കഴിക്കുമ്പോഴത്തേക്കും, പായസവും പപ്പടവും. അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ സമയമില്ല. അപ്പം ഞാനിങ്ങനെ സ്പീഡിൽ കഴിക്കുന്നുള്ളതാണ് ഫുഡ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു, അടപ്രഥമൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ റൂമിലെത്തിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കിയാരയ്ക്ക് അവർ പായസം തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരക്കിൽ വന്നതായിരുന്നു അവിടെ നിന്ന്, കാരണം ഇവിടെ സ്റ്റാഫും ഇല്ല. അപ്പോൾ എനിക്ക് ഇനി മെഡിക്കലിൽ കയറണം. ഇവൾ സെറ്റാക്കിയിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവൾ ഉറങ്ങി. അപ്പോൾ അച്ഛനെ ഇവിടെ ഇരുത്തിയിട്ട് എനിക്ക് താഴെ പോകണം. പിന്നെ ഞാൻ താഴെ വന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഭയങ്കര തിരക്കിലാണ്, എന്തോ കണക്കൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ക്ലിനിക്കിൽ തിരക്കില്ലാത്ത സമയത്ത് ഞാനിവിടെ സ്റ്റുഡിയോയിലോട്ട് വന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. നല്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ശ്രുതിയും ചായ കുടിക്കാൻ പോയതായിരുന്നു. അപ്പോൾ അവിടെ ചപ്പാത്തിയും പൊറോട്ടയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പൊറോട്ട കഴിച്ചു. തിരിച്ച് വരുമ്പോഴത്തേക്കും കിയാര എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവക്ക് ആപ്പിളും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പേരക്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തതാണ്. പിന്നെ പയറും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ താഴെ വന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യിലായിരുന്നു ആള്. ഹസ്ബൻഡിൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ കിയാരാണെങ്കിൽ അവിടെ നിൽക്കുന്നൊന്നുമില്ല, പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കളിക്കുന്നുള്ളതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഉച്ചയ്ക്ക് പോകുമ്പോൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് എത്തി. അവിടെ നിന്ന് അച്ഛൻ സ്കൂട്ടി എടുത്തിട്ട് വരും. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.